ദയയുടെ അവിഭാജ്യ ഘടകമാവുകയും ദയയിൽ തന്റേതായ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്ത വ്യക്തിത്വം ദയയുടെ സംരക്ഷണം കൂടുതൽ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്നതിനും ദയയുടെ സേവന പ്രവർത്തനങ്ങൾ ഉയർത്തുവാനും അദ്ദേഹത്തിന് സാധിച്ചു. തികഞ്ഞ ഈശ്വരവിശ്വാസിയും ഓരോ കിടപ്പ് രോഗികളെയും വീടുകളിൽ സന്ദർശിച്ച് അവർക്ക് ആശ്വാസം പകരുകയും വേണ്ടുന്ന സഹായങ്ങൾ ഉടൻ തന്നെ എത്തിച്ചു നൽകുവാൻ അശ്രാന്തം പരിശ്രമിക്കുകയും ചെയ്യുന്ന രാജീവ് സാറിനെ സ്നേഹ അഭിമാനങ്ങളോടെ സ്വാഗത പ്രസംഗ കർമ്മം നിർവഹിക്കുന്നതായി ക്ഷണിച്ചുകൊള്ളുന്നു. ദയയുടെ രക്ഷാധികാരി റോണൽ ഫാദർ ആക്സിൽ പീഡിവിലേശ, നമ്മുടെ കുറുമ്പള്ളിലെ പരിപാടി തിരുവാലിയിലോട്ട് നടത്താൻ വേണ്ടി വന്നപ്പോൾ അതിന് എല്ലാവരും സ്ഥലം ചെയ്ത ജോർജ് അമ്പലത്തിൽ തിരുവാലി പള്ളിയെ വികാരിച്ച കർണാടക പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ഉഷാരാജു, വാർഡ് മെമ്പർമാർ വി ജി സോമൻ, ബിന്ദു ജേക്കബ്, നമ്മുടെ പരിപാടിക്ക് വരാമെന്ന് സംബന്ധിച്ചിരിക്കുന്ന മേലുകാവ് ജനമേന്ദ്ര പോലീസ് ബീറ്റ് ഓഫീസർ അജയ് കുമാർ, മറ്റ് വിശിഷ്ടാദികളെ, ദയയിലെ ബഹുമാനപ്പെട്ട എല്ലാ അംഗങ്ങളെ, ദയ എല്ലാ മാസം 10-നും 15-നും ഇടയ്ക്ക് നമ്മൾ എല്ലാ മാസത്തെയും ഒരു സഹായങ്ങൾ, നമ്മുടെ കിടപ്പ് രോഗികൾക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ എല്ലാ മാസം ചെയ്യാറുണ്ട്. അതിന്റെ പടിയായിട്ടാണ് നമ്മൾ ഈ മാസം സെപ്റ്റംബർ മാസം നമ്മൾ ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. നമുക്കറിയാം, ദയ ചിലർക്ക് അറിയത്തില്ലാത്തവരുണ്ട്. ദയ എന്താണെന്ന് ഒന്ന് മനസ്സിലാക്കേണ്ട ഈ തരത്തിൽ മനസ്സിലാക്കേണ്ട അത്യാവശ്യമുള്ള കാര്യമാണ്. കേരളത്തിലെ 4 ജില്ലകളിലായിട്ട്, കോട്ടയം, ഇടുക്കി, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിലായിട്ട് 150 കിടപ്പ് രോഗികളെ, ഇപ്പൊ നിലവിൽ 150 പേരുണ്ട്, അത് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ വീടുകളിൽ ചെന്ന് അവരെ അർഹതയുള്ളവരാണെന്ന് കണ്ട് ബോധിച്ചിട്ട് അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ, പേഷ്യന്റിന് അവരുടെ കുടുംബത്തിന് വേണ്ട സഹായങ്ങൾ, അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനുള്ള സഹായങ്ങൾ, അവർക്ക് സ്വയം തൊഴിൽ എന്തെങ്കിലും പരിശീലനം കൊടുത്ത് അവരെ ഒരു സ്വന്തം കാലിൽ നിൽക്കാനുള്ള പരിശ്രമത്തിലേക്ക് നടത്തുന്ന ഒരു സംഘടനയാണ്, ഒരു കൂട്ടായ്മയാണ്. സംഘടനയുടെ കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയുടെ നടത്തിപ്പെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനകത്ത് ദയയുടെ നന്മ കണ്ടറിഞ്ഞ് ഒരു 160 പേരുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളുള്ള 160 ആളുകൾ ഈ ദയയിലോട്ട് കടന്നു വന്നു. പല സ്ഥലങ്ങളിലും ഇപ്പം ഗൾഫിലുണ്ട്, പിന്നെ അമേരിക്കയില്, യൂറോപ്പില്, പല രാജ്യങ്ങളിലുള്ള ഒരു 150 ആളുകൾ ദയ ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടിട്ട് കടന്നു വന്നു. ഞങ്ങൾ അവരോട് പറഞ്ഞു ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ കൺവിൻസായി. കാരണം ഇന്നത്തെ കാലത്ത് ഈ ചാരിറ്റി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒരു 75% തട്ടിപ്പാണ്. അതുകൊണ്ട് ഒത്തിരി പേർക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ദയ ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ നമ്മുടെ സത്യസന്ധാവസ്ഥ നമ്മൾ ബോധിപ്പിച്ചു. അവർ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ കണ്ടിട്ടാണ് ദയയിലേക്ക് കടന്നു. അവരാണ് ദയയുടെ എല്ലാം. അതൊരു പേഷ്യന്റിനെ സഹായിക്കുന്നതോടെ നമ്മൾ അതിനകത്ത് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നുണ്ട്. അവരുടെ ആ പേഷ്യന്റിന്റെ കാര്യങ്ങൾ അവർ ഏറ്റെടുക്കുകയും അതുപോലെ മനസ്സിൽ നന്മയുള്ള ഒരു കൂട്ടായ്മയാണ്. ഇതിനകത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് ചെയ്യുന്നൊരു കൂട്ടായ്മയാണ്, ഒരു നന്മ പ്രവൃത്തിയാണ്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്തിട്ടുണ്ട്. ലോകത്തിന്റെ പല ഭാഗത്തുനിന്ന് ആൾക്കാർ കാണുന്നുണ്ട്. അതിനുവേണ്ടി തന്നെ ലൈവ് ചെയ്തിരിക്കുന്നത്. എല്ലാവരും അറിയാം എല്ലാം സുതാര്യമായ കാര്യങ്ങളാണ്. ഞങ്ങൾ ഇതിനകത്ത് ചെയ്യുന്നത് ഓരോ മാസം ഇതിനെ വയോജനങ്ങൾ കണക്കുകൾ ഞങ്ങളുടെ കൂട്ടായ്മ പ്രസന്റ് ചെയ്യാറുണ്ട്. ഇതിനകത്ത് ഒളിച്ചു വെക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. എല്ലാം ഇതിനകത്തുള്ള 160 ആളുകൾ അവരുടെ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാതെ ആൾക്കാരാണ്. അതായത് നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ അവര് ഗ്രൂപ്പിൽ പ്രസന്റ് ചെയ്യാറില്ല. ഞങ്ങളെ വ്യക്തിപരമായിട്ട് വിളിച്ചു പറയും ഞങ്ങളത് ചെയ്തോളാം. അങ്ങനെയുള്ള നന്മയുടെ കൂട്ടായ്മയാണ് ദയ. ഞങ്ങൾ പല ആൾക്കാരോട് പ്രസന്റ് ചെയ്ത് പറഞ്ഞത് കാര്യങ്ങളാണ്. നിങ്ങൾ വന്ന് കാണുക,
ഞാൻ ആദ്യം ഇല്ലാന്ന് വന്നിട്ട് വലിയ വ്യക്തികളോട് പറയുന്നതാണ്. അതായത് ഞാൻ ഇല്ലാന്ന് വന്നിട്ട് ഏകദേശം 1 വർഷമായിരുന്നു. ഈ ജയലക്ഷ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയർമാൻ ഇടമുളകുകാരനാണ്, ഞാൻ കുറുമണ്ണുകാരനാണ്. പക്ഷെ എനിക്ക് ഇദ്ദേഹത്തെ പരിചയപ്പെടാൻ സാധിച്ചത് 1 വർഷമായിരുന്നു. ഈ 1 വർഷം മുമ്പ് എനിക്ക് അറിയില്ല. ഞാൻ ഇദ്ദേഹത്തെ പോയി കണ്ടു, ഇദ്ദേഹത്തിന്റെ നമ്പർ മനസ്സിലാക്കിയപ്പോൾ ഇദ്ദേഹത്തിന്റെ കൂടെ എന്തെങ്കിലും ചെയ്യണമെന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. പിന്നീട് അതിനു വേണ്ടിയുള്ള പരിശ്രമമായിരുന്നു. ഞാൻ പലരോടും പറയുന്നതാണ്, നമുക്ക് 2 കാലം നടക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഈ മുച്ചക്ര വണ്ടിയിൽ ഇദ്ദേഹം ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം ആ മുച്ചക്ര വണ്ടിയിൽ ഇരുന്ന് അതിന്റെ പുറകിൽ കൂടെ സാധനം കയറ്റി വെച്ച് വീൽ ചെയർ വരെ കയറ്റി വെച്ചിട്ട് പോകുന്ന കാഴ്ച ഉണ്ടായിട്ടുണ്ട്. ഒരു വീൽ ചെയർ ആ മുച്ചക്ര വണ്ടിയുടെ പുറകിൽ കയറ്റി വെച്ച് 2 സൈഡിൽ കിറ്റുമായിട്ട് അങ്ങനെ ഇദ്ദേഹം യാത്ര ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കിയ ഒരു പ്രസ്ഥാനം, 5 വർഷം മുമ്പ് ഉണ്ടാക്കിയ പ്രസ്ഥാനമാണ്. അപ്പൊ ഞങ്ങളിപ്പോ ഇതിനകത്ത് ഞങ്ങളൊരു കൂട്ടായ്മ വന്നേക്കും ഇപ്പം ഒത്തിരി ആൾക്കാർ കൂടി, അത് ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഡോക്ടർമാരും പല മേഖലയിലുള്ള ആൾക്കാരുണ്ട്. ഏത് മേഖലയിൽ സഹായങ്ങൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഗവൺമെന്റ് ലെവലിലാണ് അതിന്റെ ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. മെഡിക്കൽ ഫീൽഡിലാണ് ഡോക്ടർമാരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, പിന്നെ ഓരോ പാലിയേറ്റീവായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ എല്ലാവരുടെയും കൂടി ഒരു സഹകരണത്തോടെ മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണ്. ഞങ്ങളുടെ ഏറ്റവും ആത്മീയ പിതാവായിട്ട് മുരുകി പിതാവുണ്ട്. പിന്നെ ഞങ്ങളുടെ ദശാധികാരിയായിട്ട് PD വെളിയിലച്ഛനുണ്ട്. അങ്ങനെ ഒരു വലിയ ഒരു കൂട്ടായ്മയാണ്, നന്മ ചെയ്യാനുള്ള കൂട്ടായ്മയാണ്. ഇതിനകത്ത് ഞങ്ങളാരും ഞങ്ങളുടെ ഒരു വ്യക്തിപരമായ ഒരു സ്ഥാനത്തിനോ അല്ല പേരിന് വേണ്ടി ഉണ്ടാക്കിയ സ്ഥാപനമല്ല. അതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതാണ്, ഒരു പേഷ്യന്റിനെ കണ്ടാൽ അവർക്ക് വേണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റും അത് മുഴുവൻ ചെയ്യുക. അല്ലാതെ അരി കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ മരുന്ന് കൊടുക്കുക എന്ന് മാത്രമല്ല, അവർക്ക് വേണ്ട അവരുടെ കുടുംബത്തിന് വേണ്ട മുഴുവൻ കാര്യങ്ങൾ ചെയ്യുക. അവരെ മുഖ്യധാരയിൽ ഉണ്ടാകാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളെല്ലാം ചെയ്യുക. അതിനുവേണ്ടി പരിശ്രമം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇതിനകത്ത് അറിയാൻ മേലത്തിലായ ഈ കാര്യങ്ങൾ അറിയുക, ദൈവത്തോട് കൂടുതൽ ആവശ്യക്കാർ വേണം, സഹായിക്കാവുന്ന ആൾക്കാർ വേണം. അത് ഞങ്ങൾ ഇതിനകത്ത് പ്രവർത്തനങ്ങൾ കണ്ടിരിക്കുന്ന വെച്ചാൽ ഓരോ പേഷ്യന്റിന്റെ അടുത്ത് ചെല്ലുമ്പോൾ പുഴുവരിച്ച് കിടക്കുന്ന അവസ്ഥയിൽ ഓരോ പേഷ്യൻസ് ഉണ്ട്. സാധാരണഗതിയിൽ ഒരു പേഷ്യന്റ്, ഡിസേബിൾ ആയിട്ടുള്ള പേഷ്യന്റ് അല്ലെങ്കിൽ വികലാംഗരായിട്ടുള്ള പേഷ്യന്റ് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് ഡെയിലി ഒരു ഡയപ്പറെങ്കിലും വേണം കിടപ്പ് രോഗികൾക്ക്. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഒരു 3 പാക്കറ്റ് ഡയപ്പർ ഒരു മാസം വേണം കുറഞ്ഞതാണ്. നമ്മുടെ പേരിൽ നിന്ന് കൊടുക്കുന്ന 1-2 പേഷ്യന്റിന് കൊടുക്കുന്ന ഡെയിലി 4 ഡയപ്പർ വേണ്ടവരുണ്ട്. അതായത് ഒരു മാസം ഏകദേശം 5 പാക്കറ്റ് ഡയപ്പർ. ഏകദേശം 5 പാക്കറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3000 രൂപയുടെ 10 പാക്കറ്റ് ഡയപ്പർ വേണം. 10 പാക്കറ്റ് ഡയപ്പർ കൊടുക്കുന്നത് 10 പാക്കറ്റിന് 5000 രൂപയുടെ ഡയപ്പർ തന്നെ വേണം. പിന്നെ അതിന് അവർക്ക് ഭക്ഷണം വേണം, മരുന്നുകൾ വേണം. നമ്മൾ മരുന്നുകളെല്ലാം ഏകദേശം ഒരു നമ്മുടെ ജനറേഷൻ എന്ന് പറഞ്ഞ സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു മെഡിക്കൽ സ്ഥാപനത്തിൽ നിന്ന് നമ്മൾ മരുന്നുകൾ കൂടെ മരുന്നുകൾ, ഇഞ്ചക്ഷൻ മരുന്നുകൾ ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അതിന്റെ സാധാരണ മരുന്നുകളും ജനറേഷന്റെ മരുന്നുകളും തമ്മിലുള്ള വ്യത്യാസം 10 ഇരട്ടി വ്യത്യാസം. ജനറേഷന് 1000 രൂപയുടെ മരുന്നാണെങ്കിൽ സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ 10,000 രൂപ. അതാണ് വ്യത്യാസം. നമ്മൾ ജനറേഷനിൽ ഒരു മാസം ഏകദേശം 75,000 1 ലക്ഷം രൂപയ്ക്ക് മരുന്ന് കൊടുക്കുന്നുണ്ട്. അതായത് സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ വെച്ച് 10 ലക്ഷം രൂപ മരുന്ന് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെയ്യുന്ന ഒരു മാസം നമ്മൾ ഏകദേശം 150 പേര് ഭക്ഷണക്കിറ്റ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഭക്ഷണക്കിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ രീതി 23 ഐറ്റം സാധനങ്ങളുള്ള ഭക്ഷണക്കിറ്റ്, ഏകദേശം ഒരു 800 രൂപയുടെ വിലയുള്ള സാധനങ്ങൾ ഉൾപ്പെടുന്ന ഭക്ഷണക്കിറ്റ്. കഴിഞ്ഞ ഓണത്തിന് നമ്മൾ കൊടുക്കും 32 ഐറ്റം സാധനമുള്ള ഭക്ഷണക്കിറ്റ്, 1200 രൂപ സാധനം കൊടുക്കും. കൊടുക്കുന്ന സാധനം ഏറ്റവും അന്തസ്സായിട്ട് കൊടുക്കുക. നമ്മൾ മറ്റു പലരും കാണിക്കുന്ന പോലെ എന്തെങ്കിലും കാണിച്ചേക്കാനുള്ള പരിശ്രമമല്ല. നമ്മൾ അവരുടെ കുടുംബത്തിലേക്ക് കടന്നു തന്നെ അവർക്ക് വേണ്ട കാര്യം ഏറ്റവും നല്ല ചെയ്യാം. അതാണ് ഞങ്ങളുടെ ഒരു പരിശ്രമം. അതിനുവേണ്ടി ആണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. മനസ്സ് നന്മയുള്ള ഒത്തിരി ആൾക്കാർ കൂടുന്നുണ്ട്, അതിന്റെ വിജയമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനിതാണ്, ഈ ഭിന്നശേഷിക്കാരായിട്ടുള്ള ആൾക്കാരെ സമൂഹത്തിൽ പലരും മാറ്റം നിർത്തിക്കുക. അവർക്ക് അർഹതയുള്ള സഹായങ്ങൾ വെള്ളത്തിൽ കിട്ടുന്നില്ല. ആകെ കിട്ടുന്ന തുച്ഛമായ ഒരു തുക കിട്ടുന്നു. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞാല് ഡയപ്പർ വാങ്ങിക്കാൻ പോലും അത്യാവശ്യം ഒരു ദിവസം ഒരു ഡയപ്പർ വാങ്ങിക്കുന്ന ഒരാൾക്ക് ഡയപ്പർ ഉപയോഗിക്കുന്ന പൈസ സഹായം കിട്ടുന്നുള്ളൂ, വേറെ ഒന്നും കിട്ടുന്നില്ല. അന്നേരം അവർക്ക് ഭക്ഷണം വേണം, മരുന്ന് വേണം, ബാക്കി കാര്യങ്ങൾ വേണം. അതിന് നിർവാഹമില്ല. ചിലരുടെ വീടുകളിലെ വണ്ടി കയറിയില്ല, അവിടെയൊക്കെ ചുമന്നാണ് ഇറക്കുന്നത്. പിന്നെ അവർക്ക് വീൽ ചെയർ വേണം. ഇപ്പൊ നമ്മളിതൊക്കെ കട്ടില്, കിടപ്പുരോഗികൾക്ക് കട്ടില്, നിങ്ങളുടെ അറിവിലേക്ക് പറയാം, ഇതിന് 24,000 രൂപ വില. ഇത് നമ്മളിപ്പം അർഹതയുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. ഇപ്പൊ അതുപോലെ ഒരു വീൽ ചെയർ, ഇലക്ട്രിക് വീൽ ചെയർ ഉണ്ട്,
അതിവിടെ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. അതിന് 84,000 രൂപ ഈ വീൽചെയർ. അതൊരാൾ നമുക്ക് സഹായം ചെയ്ത 84,000 രൂപ വീൽചെയർ. അത് തന്നെ കൂടിയതും ബാറ്ററി ചാർജ് ചെയ്താൽ മതി. അതുപോലെ അപ്പുറത്തെ ഇതൊന്നും കൂടാതെ ഭക്ഷണം നന്മയുള്ള ആൾക്കാരുടെ സഹായത്തോട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നതാണ്, നിങ്ങൾക്ക് പറ്റുന്നവർ ഒരു പാക്കറ്റ് ഡയപ്പറെങ്കിലും മേടിച്ച് തരാൻ പറ്റുമെങ്കിൽ അതിൽ ഒരു ഭക്ഷണ കിറ്റ് ഒരു പാക്കറ്റ് ഡയപ്പർ വെച്ച് ഓരോരുത്തർ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ നന്മയാണ്. അങ്ങനെ പലരും ചെയ്യാൻ വേണ്ടി പലരും മുന്നോട്ട് വന്നിട്ടുണ്ട്. പിന്നെ മന്ത്ലി കോൺട്രിബ്യൂഷനായിട്ട് ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർ 1000 രൂപ തൊട്ട് 15,000 രൂപ വരെ ചെയ്യുന്ന ആൾക്കുണ്ട്. ഈ 15,000 രൂപ ചെയ്യുന്ന ആളെന്ന് പറഞ്ഞാൽ സാധാരണക്കാർ എന്നോട് ഇവിടെ സ്കൂളിൽ പഠിച്ചിട്ട് പെങ്കൊച്ചാണ്. അവിടെ യുകെയിൽ നേരിട്ട സാധാരണ കുടുംബത്തിൽ പറയാം. നമ്മളെ വലിയ ആൾക്കാരെക്കാൾ കൂടുതൽ ഇടത്തരക്കാർ ഞങ്ങളുടെ കൂട്ടിൽ എല്ലാം സഹായിക്കുന്നത്. അവളെ എല്ലാ മാസം 15,000 രൂപ നമുക്ക് വരുന്നുണ്ട്. അതുകൂടാതെ അത്യാവശ്യം നമ്മൾ വേറെ കാര്യം ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു നന്മ ചെയ്യുന്നവരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ. ഇത് ഞങ്ങൾ ദൈവത്തിന് ആശ്രയിക്കുന്ന ദൈവിക വേലയാണ്. അതുകൊണ്ട് ഇത് ദൈവയുടെ പ്രവർത്തനം ഇങ്ങനെയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഒത്തിരി പേഷ്യന്റ് അവിടെ നിന്ന് ഇപ്പൊ പാലക്കാട്, കോഴിക്കോട്, കഴിഞ്ഞ ദിവസമൊക്കെ എയർബെഡ് വാട്ടർ ബെഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മലബാറിലോട്ടൊക്കെ അയച്ചു കൊടുക്കും. നിർവാഹമില്ലാതെ വരുന്നതിന് എങ്ങനെയാണ് സഹായിക്കാന്നുള്ളതാണ് ഞങ്ങൾ പൈസ ഉണ്ടാകും. നമ്മൾ തെളിച്ച പൈസ ഉണ്ടായിരിക്കില്ല, പൈസ ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ ഒരു സഹായിക്കാനുള്ള മനസ്സുള്ളതുകൊണ്ട് ഞങ്ങൾ അർത്ഥതയുണ്ടെന്ന് നോക്കിയിട്ട് എവിടെയാണെങ്കിലും അതൊക്കെ ഞാൻ എന്നോടൊരു പറമ്പിൽ പണിയുന്ന ഒരാൾ ചോദിച്ചു, ഞാൻ എന്നാ ഞാൻ പറയും ഒരു ഡയപ്പർ വാങ്ങിച്ചില്ലേ 500 രൂപ മാസം 500 രൂപ മുടക്കാൻ ആരും കൂട്ടുകൊണ്ടൊന്നുമില്ല. ഇത് ഞങ്ങൾക്കൊക്കെ ഡയപ്പറൊക്കെ വാങ്ങിക്കുമ്പോൾ ഞങ്ങൾക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോൾ അതിന്റെ വില കുറച്ച് കിട്ടും. കാരണം ഒരാൾക്ക് 500 രൂപ ആകുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് 1.5 ഡയപ്പർ ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുമല്ലേ, അതുപോലെ വില കുറച്ച് കിട്ടും. അതായത് ദയവായിട്ട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന സഹായങ്ങൾക്ക് അത് ഇരട്ടി സഹായങ്ങൾ നേരിട്ട് പേഷ്യന്റ് എത്തിക്കാൻ പറ്റും. ദയവായിട്ട് ചേർന്ന് നിൽക്കുവാണെങ്കിൽ ഇതാണ് ദൈവം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ദൈവയുടെ പ്രവർത്തന ശൈലി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോ സ്ഥലത്തുള്ള പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് സിസ്റ്റേഴ്സ് ഉണ്ട്. അവരുമായിട്ട് ഈ ഓരോ പേഷ്യന്റിന്റെ എൻക്വയറി ചെയ്യുമ്പോൾ അവരുമായിട്ട് സംസാരിക്കും. അവര് പോസിറ്റീവ് അർഹതയുണ്ടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ദൈവയുടെ ടീം അംഗങ്ങൾ ആരെങ്കിലും പോയി അവരെ കണ്ട് അത് അർഹതയുണ്ടെന്ന് പൂർണ്ണ ബോധ്യമുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് പോകും. അല്ലാതെ ഇന്നത്തെ ഞാൻ ആദ്യം പറഞ്ഞ കേസാണ്, ഒത്തിരി പേര് തട്ടിപ്പോയിട്ടുണ്ട്. ഞങ്ങൾ ഒരു ഉറപ്പ് പറയുന്നതാണ്, ഞങ്ങളെ സഹായിക്കുന്ന ഉറപ്പ് പറയുന്ന കാര്യം ഒറ്റ കാര്യം, നിങ്ങൾ തരുന്ന പൈസ ഒരു 5 പൈസ പോലും അർഹതയില്ലാത്തൊരു കയ്യിൽ കൊടുക്കുക. അതാണ് ഞങ്ങളുടെ ഒരു ഉറപ്പ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങളെ അവർക്ക് വിശ്വാസമുണ്ട്. അങ്ങനെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മൾ ഏകദേശം ഒരു 10-20 ഡയാലിസിസ് പേഷ്യന്റിന് എല്ലാ മാസം കിറ്റ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ പേഷ്യന്റിനെ സഹായിക്കുന്നുണ്ട്. പിന്നെ ആമവാദം അങ്ങനെയുള്ള പല മാരക രോഗങ്ങളുള്ള ആൾക്കാരെ സഹായിക്കുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഈ കൂട്ടായ്മയോട് ചേർന്ന ഇത് ഭിന്നശേഷിക്കാരുടെ കൂട്ടായ്മയാണെങ്കിലും അതിനോട് ചേർന്ന ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ കൊറോണ കാലത്ത് നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് പല പഞ്ചായത്തുകളും വെളിയിൽ വന്നു. കൊറോണക്കാർക്ക് ഫുഡ് കിറ്റും അങ്ങനെയുള്ള സൗകര്യം അതെല്ലാം നമ്മൾ അറേഞ്ച് കൊടുത്തിട്ടുണ്ട് ഒത്തിരി പേർക്ക്. ഇത് നമ്മൾ പേര് കിട്ടാൻ വേണ്ടിയല്ല, നന്മ പ്രവർത്തിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം ഇതാണ്. ഞങ്ങളെ അതായത് 160 പേരുടെ ടീമാണ് ഞങ്ങൾ. അതിന്റെ ചെയർമാനാണ് ജയകൃഷ്ണ, സെക്രട്ടറിയാണ് ഞാൻ. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ ലക്ഷ്യം ഇതാണ്, ഒരു പ്രതിഫലം കൂടാതെ മറ്റുള്ളവർ നന്മയില്ല. തിരിച്ചൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്, ഞങ്ങളൊരു വെള്ളം പോലും വീട്ടിൽ സാറിന് വാങ്ങി കുടിക്കാറില്ല. എന്നെ പറയും ഞങ്ങൾ പറയും അവർ പറയും ഞങ്ങൾ അത് മാത്രം പറയും പ്രാർത്ഥിച്ചോളാന്ന് പറയും. ആ പ്രാർത്ഥന മാത്രമാണ് ഞങ്ങളുടെ ബെനിഫിറ്റ്, ഞങ്ങളുടെ കുടുംബത്തിന്റെ ബെനിഫിറ്റ്. അത് മാത്രം ഞങ്ങൾ നോക്കുന്നു. അല്ലാതെ യാതൊരു ബെനിഫിറ്റും ഒരു പ്രതിഫലം കൂടാതെ ഞങ്ങൾ ചെയ്യുന്ന ഒരു പുണ്യപ്രവൃത്തിയാണ്. അതുകൊണ്ട് പേഷ്യൻസ് ആയാലും നിങ്ങൾ രോഗികളായിട്ടുള്ള ആൾക്കാരാണ് അറിയുക, ഞങ്ങളൊക്കെ ഓരോരുത്തരുടെ മുമ്പ് കൈ നീട്ടും. അത് ഞങ്ങൾ ശരിക്കും പറയുന്നത്, ഞങ്ങൾ മറ്റുള്ളവരുടെ മുമ്പ് തെന്നിയിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ചിലർ ഇപ്പോൾ ഓൺലൈനിലൊക്കെ കയറിയപ്പോൾ ചിലർ പറയാറുണ്ട്, എനിക്ക് വ്യക്തിപരമായിട്ട് പറയാതെ പറയും, ചിലർ പറഞ്ഞിട്ടുണ്ട് ഓൺലൈൻ രണ്ടലാണ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർ ഞാൻ അതിനനുസരിച്ച് മറുപടി പറയാറുണ്ട്. എനിക്ക് അദ്ദേഹത്തിന് ജീവിക്കാനുള്ള മാർഗം ദൈവം തന്നിട്ടുണ്ട്. എനിക്ക് ഇതുകൊണ്ട് ജീവിക്കാനുള്ള മാർഗമില്ല. ഞാൻ അവരോട് പറയും എന്റെ വീട്ടിലോട്ട് കൊണ്ടാകാനല്ല, നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെന്ന് തന്നാൽ മതി. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പക്ഷെ ഇതൊരു നന്മയുടെ കൂട്ടായി. അതുകൊണ്ട് ധാരാളം ആൾക്കാർ കടന്നു വരുന്നുണ്ട്. മറ്റുള്ളവരുടെ കാര്യത്തിനായതുകൊണ്ട് നിങ്ങളെ സഹായിക്കാനുള്ള കാര്യത്തിനായതുകൊണ്ട് മറ്റുള്ളവരോട് ചോദിക്കാൻ ഞങ്ങൾക്കൊരു മടിയില്ല. പ്രത്യേകം എന്റെ സ്വഭാവം, എനിക്ക് മറ്റുള്ളവരോട് ചോദിക്കാൻ മറ്റുള്ളവരോട് കൈനീട്ടാൻ ഒരു മടിയില്ല. അങ്ങനെയാണ് നമ്മൾ ഈ പ്രസ്ഥാനം ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഒരു മാസം ഞങ്ങൾ ഈ ഹോസ്പിറ്റൽ കട്ടിലും ഈ വീൽ ചെയർ കൂടാതെ ഭക്ഷണം, മെഡിക്കൽ കിറ്റും അത്യാവശ്യം മരുന്നുകൾ മാത്രമായിട്ട് ഞങ്ങൾ 2.5 ലക്ഷം രൂപ മിനിമം ഒരു മാസം ഞങ്ങൾ ചെലവ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പാവപ്പെട്ട കിടപ്പുരോഗികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. അതാണ് ഇതിന്റെ മഹത്വം.
അതുകൊണ്ട് ഇത് മഹത്വം കണ്ടറിയുക. നിങ്ങൾ അറിയുന്നവരൊക്കെ ഇത് ഈ കൂട്ടായ്മയിൽ കടന്നു വരിക. വലിയ വലിയ തുകകളൊന്നും വേണ്ട. നമുക്ക് ഒരു ഡയപ്പർ അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഇപ്പൊ ഈ കൂട്ടായ്മയിലുള്ള ഒന്നിന്റെ പേഷ്യൻസ്, ഞാൻ ആരാന്ന് പറയുന്നില്ല, നമ്മുടെ ഇവിടെ ഉണ്ട്. ആ ഒരു പേഷ്യന്റ് ഞങ്ങൾക്ക് പേഷ്യന്റിന്റെ ഗ്രൂപ്പുണ്ട്, സിസ്റ്റേഴ്സിന്റെ ഗ്രൂപ്പുണ്ട്, സപ്പോർട്ടേഴ്സിന്റെ ഗ്രൂപ്പുണ്ട്. ആ പേഷ്യന്റ് നമ്മുടെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യുന്ന ടീമിലുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പേഷ്യന്റ് അവരുടെ ഒത്തിരി ഫ്രണ്ട്സുമായിട്ട് പറഞ്ഞ് ഒത്തിരി പലരോടിൽ നിന്നും ഇവരെ സഹായിക്കാനുള്ള ഫണ്ട് കളക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഒരു നന്മ. നമ്മളിവിടെ ഉണ്ട്. ആ പെങ്കൊച്ച് പലരോടും പറഞ്ഞിട്ട് നമ്മുടെ കൂട്ടായ്മയിലോട്ട് മറ്റേ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി തന്നെ പലരോട് പറഞ്ഞിട്ട് പല സഹായങ്ങൾ വാങ്ങിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഓരോരുത്തരും നന്മ. പിന്നെ ചിലർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് തന്നെ ചിലർക്ക് അരി ആവശ്യമില്ലായിരിക്കും. ചിലർ പറയും അരി വേണ്ട, അത് നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുത്തു. ഞങ്ങൾക്ക് ഇപ്പം ഈ മാസം ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളുണ്ട്, ഞങ്ങൾക്ക് അത്യാവശ്യം കാര്യങ്ങളെല്ലാം ഉണ്ട്, അതൊക്കെ മറ്റുള്ളവർക്ക് കാര്യം. അങ്ങനെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ കൂടുതലുണ്ട്, പേഷ്യന്റ് ആയാലും. അതുകൊണ്ട് ഇതിന് നന്മ കണ്ടറിയിക്കാം. ഇത് ഒരാൾക്ക് കൊടുക്കേണ്ട സ്ഥാനം അടുത്ത ആൾക്ക് കൊടുക്കാൻ പറ്റും, അത്ര കൂടെ ആൾക്കാർ ഇതിനകത്ത് വരും. അതുകൊണ്ട് ആവശ്യമില്ല, അർഹതയില്ലാത്തത് നമ്മൾ കൊടുക്കുക. ആവശ്യമില്ലെങ്കിൽ നമ്മൾ അവരോട് ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ കൊടുക്കും. അതുകൊണ്ട് ഇതാണ് ദൈവയുടെ പ്രവർത്തനങ്ങൾ. എന്നാലും എന്റെ കടമയിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ മീറ്റിംഗിൽ വന്ന് നമ്മുടെ ഈ മീറ്റിംഗിൽ അനുഗ്രഹിച്ച ഞങ്ങളുടെ എല്ലാവരുടെയും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികളുടെ മറ്റെല്ലാ ഭക്തരുടെ മുമ്പിലൊരു റോൾ മോഡലായ ബഹുമാനപ്പെട്ട മുരുകൻ പിതാവിനെ ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ദയയുടെ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂടെയുള്ള ഞങ്ങളുടെ രക്ഷാധികാരിയായ ഞങ്ങളുടെ കുടുംബ ഇടവകയിലെ വികാരിയച്ഛനായ അഗസ്റ്റിൻ പി. അച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇന്നത്തെ പ്രത്യേക സാഹചര്യം കാരണം കുടുംബത്തെ നമുക്ക് മീറ്റിംഗ് നടത്താൻ പറ്റാത്ത കണ്ടെയ്ൻമെന്റ് സോണായതുകൊണ്ട് നമ്മളിവിടെ വന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു തന്ന എരുവാലിപ്പള്ളിയുടെ വികാരി ബഹുമാനപ്പെട്ട ജോർജ് അമ്പഴത്തിലാലച്ഛനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തായിട്ട് സ്വാഗതം ചെയ്യുന്ന ഞങ്ങളിൽ തന്നെ ഒരാളായ താമസിച്ച് വന്നു ആണ് എങ്കിലും ഞങ്ങളുടെ എല്ലാമായ എല്ലാമായ MG യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറും സീനിയർ പ്രൊഫസറും അദ്ദേഹത്തിന്റെ പദവികൾ പറയാൻ ഒത്തിരി പദവികളുണ്ട്. റീസെന്റ് ഡിസാസ്റ്റർ ഗവൺമെന്റിന്റെ കേരള ഗവൺമെന്റ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലും അദ്ദേഹത്തിന്റെ മെമ്പറായി. അങ്ങനെ ഒത്തിരി പദവികൾ അലങ്കരിക്കുന്ന ഞങ്ങളെ എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളും ഒരുമിച്ചിറങ്ങുന്ന ഞങ്ങളുടെ ജേഡന്റെ ജോയിന്റ് സെക്രട്ടറിയായ ഡോക്ടർ PT ബാബുരാജ് സാർ ഈ വേദിയിൽ സ്വാഗതം ചെയ്യുന്നു. അടുത്ത സ്വാഗതം ചെയ്യുന്ന ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കഴിഞ്ഞ ദിവസം തൊട്ട് ഞങ്ങളുടെ കൂടുതലുണ്ട്. ഇത്ര വലിയ സ്ഥാനത്തിരിക്കുന്നയാള് ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സഹോദരിയെ പോലെ അല്ലേ അതുപോലെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് കഴിഞ്ഞ മീറ്റിംഗ് മാറ്റിവെക്കുന്ന കാര്യത്തെപ്പറ്റി ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്നല്ലേ ഇവിടെ വന്ന് അച്ഛനെ കാണാനും കുടുംബത്തോളിയിലൊക്കെ വന്ന് ഞങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ കാര്യത്തിലും ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു സ്ഥാനങ്ങളൊന്നുമില്ലാതെ ഞങ്ങൾ ഒരാളായി പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ രാജുവിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. അടുത്തായിട്ട് സ്വാഗതം ചെയ്യുന്നത് നമ്മുടെ ക്ഷണത്തിയിരിക്കുക ഇവിടെ എത്തിയിരിക്കുന്ന മേലാവ് ജന്മയിലെ ബീറ്റ് പോലീസ് ഓഫീസർ ശ്രീ അജയ് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മേലാവ് പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുന്ന വേറെ ഓഫീസർ പേരറിയില്ല, അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഒരു പ്രത്യേക സാഹചര്യം നമുക്കിവിടെ എത്താൻ പറ്റാത്ത കുറുമൺ മഠത്തിലെ മദർ സിസ്റ്റർ തെരേസ് മഠത്തിനുള്ളിലെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പർ നമ്മുടെ കൂടുതൽ നമ്മുടെ സാറിന്റെ കുറുമണ്ണിൽ വെച്ചാണ് നടന്നതെങ്കിലും ആദ്യമായിട്ട് നീർവാലി വെച്ചാണ് ഇവിടുത്തെ വാർഡ് മെമ്പറായ BG തോമനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു. ദയയുടെ കൂടുതൽ എല്ലാ കാര്യങ്ങളും സഹകരിക്കുന്ന കുറുമണ്ണിലെ ഞങ്ങളുടെ സ്വന്തം വാർഡ് മെമ്പറാണ്. കുറുമണ്ണി നൽകിയത് നമ്മുടെ സ്വന്തം വാർഡ് മെമ്പർ തന്നെയാണ്. ആദ്യം വെച്ചാണ് നമ്മുടെ പരിപാടിയെല്ലാം നടന്നത്. ശ്രീമതി ബിന്ദു ജേക്കബിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പിന്നെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെല്ലാം ഒന്ന് പേര് പറയാൻ പ്രത്യേകിച്ച് മീഡിയക്കാര് പല മേഖലയിൽ നിന്ന് ആൾക്കാരുണ്ട്, ആരോഗ്യ പ്രവർത്തകരുണ്ട്, അവരെല്ലാവരും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഒരാളെ പറഞ്ഞില്ല, മനഃപൂർവ്വം പറയാനാണ്. ഞങ്ങളുടെ ദയയുടെ ചെയർമാൻ, അദ്ദേഹത്തെ സാധിച്ചതിന് ആവശ്യമില്ല, ഞങ്ങളുടെ എല്ലാത്തിലും ഉള്ളതാണ്, അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
ബാക്കി ആരെങ്കിലും വിട്ടുപോയിട്ടില്ല അവരെല്ലാവർക്കും സഹായം ചെയ്തു. പിന്നെ അടുത്ത സ്ഥാപനം ഇറക്കിക്കുന്ന ഇവിടെ നമ്മുടെ ദയയെ സ്വീകരിച്ച് നമ്മുടെ കൂട്ടത്തിലുള്ള നമ്മുടെ എല്ലാ കാര്യത്തിലും കൂടെയുള്ള ദയയിലുള്ള ഓരോ പ്രവർത്തകരെയും പ്രത്യേകിച്ച് രോഗികളായിട്ട് ഓരോരുത്തരും സഹായം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർന്നു. നന്ദി, നമസ്കാരം.